ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും ഗൂഢാലോചന പറയുകയാണ്. കാരണം ഈ നടിയോടൊപ്പം നിൽക്കുന്നവരും പറയുന്നു, ദിലീപിനോടൊപ്പം നിൽക്കുന്നവരും പറയുന്നു. ഇതിലെന്തായാലും നടിയോടൊപ്പം നിന്നവർക്ക് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പുറത്തിറങ്ങിയ ദിലീപ് പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന്. എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറുകളായി എന്ന് വേണമെങ്കിൽ പറയാം, അതായത് വ്യഭിചാരികളായി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പറയുന്നതല്ല, ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രോസിക്യൂഷൻ പരാജയമെന്ന് കോടതി എന്ന് നമ്മുടെ പല പത്രങ്ങളിലും എഴുതി വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോടതി തന്നെ പറഞ്ഞിരിക്കുക ഞങ്ങൾക്ക് ശിക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ട തെളിവുകൾ അവിടെ എത്തിയില്ല. ഗൂഢാലോചന തെളിയിക്കാനുള്ള ചില മർമ്മപ്രധാനമായ ഭാഗങ്ങൾ എവിടെയോ ആരോ ചില സിനിമയിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ വെട്ടിമുറിച്ചിരിക്കുന്നു. ദിലീപ് ചിത്രത്തിൽ ഇത്തരം ഒരു വെട്ടിമുറിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ വെട്ടിമുറിവ് നമ്മുടെ ജുഡീഷ്യറിയെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പരാജയപ്പെട്ടു എന്ന് കോടതി തന്നെ വിലപിക്കുമ്പോൾ ജഡ്ജിൻ്റെ വിലാപമാണത്. എനിക്ക് പൂർണ്ണമായും ഈ വിധിയിൽ തൃപ്തി ഇല്ല എന്നൊരു ജഡ്ജ് പറയുന്നത് പോലെയാണ് ഇവിടെ പ്രോസിക്യൂഷന് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അതായത് പോലീസുകാർക്ക് പോലും കഴിഞ്ഞു, കഴിഞ്ഞു ഇതിൻ്റെ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ. പക്ഷേ അത് വേണ്ട രീതിയിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊരു കോടതിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ എവിടെയാണ് കുഴപ്പം എന്ന് നമ്മൾ ആലോചിക്കണം. കുഴപ്പം നമ്മുടെ ഖജനാവിലെ പണം ചെലവഴിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ ജീവനും സ്വത്തിനെയും രക്ഷിക്കാൻ നമ്മൾ നിയോഗിച്ചിരിക്കുന്ന സർക്കാർ നിയമിച്ച അഭിഭാഷകർ, അതായത് സർക്കാർ വക്കീലന്മാർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ പോലെ പെരുമാറിയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സാഹചര്യം അപകടകരമാണ്. നമ്മുടെ കേരളത്തിന് അപകടകരമാണ്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപകടകരമാണ്. ഇന്നല്ല, കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കേസും വളരെ വിവാദമായിട്ട് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. തനിക്കെതിരെ മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന രീതിയിൽ ഏത് ഗൂഢാലോചനയായാലും ആ ഗൂഢാലോചനയെ അതിജീവിക്കാൻ, നീതി ദേവതയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ജഡ്ജിനോടൊപ്പം നിയമ സംവിധാനത്തിനോടൊപ്പം പ്രോസിക്യൂഷന് വലിയൊരു റോളുണ്ട്. ഒന്നാമത്തെ റോള് പോലീസിനാണ്. ഈ കുറ്റം കണ്ടെത്തി ഈ കുറ്റത്തിൻ്റെ തെളിവുകൾ കൊണ്ടുവന്ന് പ്രോസിക്യൂഷനെയാണ് അവർ ഏൽപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോടതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് പ്രോസിക്യൂഷനെ ഏൽപ്പിക്കുകയാണ്. പ്രോസിക്യൂഷനാണ് ഇതിൻ്റെ ഓരോന്നും ഇഴകീറി ജഡ്ജിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന തെളിവുകൾ കാരണം, ഇന്ന സാഹചര്യങ്ങൾ കാരണം ഇത് ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന നടന്നതുകൊണ്ടാണ് വത്സര സുനി ഈ പ്രവൃത്തി ചെയ്തത്. വത്സര സുനി ഒരു ഡ്രൈവർ മാത്രമാണ്. അയാൾക്ക് ഈ നടിയുമായി എന്തെങ്കിലും വിരോധം വരേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അറിയാമല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്ന ആ 1 കോടിയിലധികം വരുന്ന തുകയായിരിക്കാം അയാളുടെ പ്രേരണ. അപ്പോൾ ആ 1 കോടിയിലധികം വരുന്ന തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആര്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അയാളുടെ മെൻശ്രിയ, അതായത് അയാളുടെ മനസ്സിലിരിക്കുന്നത് എന്ത് കുറ്റം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു? ഇതൊക്കെ തെളിയിക്കുമ്പോൾ മാത്രമാണ് ഗൂഢാലോചന തെളിയുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ ദിലീപിനെ പിടികൂടിയപ്പോൾ അത് സർക്കാരിന്റെ വിജയമായാണ് അന്ന് LDF സർക്കാർ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ ഇത് പരാജയപ്പെട്ടപ്പോൾ മൗനം പാലിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരു പാർട്ടികളിലും വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയായിട്ടുണ്ട്. UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു ദിലീപ് രക്ഷപ്പെട്ടു വന്നത് തനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന്. പക്ഷെ ശശി തരൂരടക്കമുള്ളവർ അതിജീവിതയോടൊപ്പം നിൽക്കുന്നു. ഇത് രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ഇതിൽ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. പരിണിതപ്രജ്ഞനായ, നിയമപണ്ഡിതനായ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന VR കൃഷ്ണയ്യരുടെ ഒരു വാക്ക് മാത്രമാണ് ഇതിന് ഉത്തരം. സർക്കാർ, നീതിന്യായ വ്യവസ്ഥ ഒക്കെ പണക്കാർക്ക് നേരെ കുരയ്ക്കും, പക്ഷേ പാവങ്ങളെ കടിക്കും. വളരെ ആപ്റ്റായിട്ടുള്ളതാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ നിയമവ്യവസ്ഥ കേരളത്തിൽ എങ്ങനെ പോകുന്നു എന്നുള്ള സാഹചര്യത്തിൽ തങ്കലിപികളിൽ ഓരോ സത്യമേവ ജയതേ എന്നാണല്ലോ ഓരോ കോടതിയിൽ എഴുതി വയ്ക്കാറ്. ഇത് ആണ് എഴുതി വയ്ക്കേണ്ടത്. ഈ കൃഷ്ണയ്യരുടെ വാചകമാണ് എഴുതി വയ്ക്കേണ്ടത്. പണക്കാർക്ക് നേരെ നിയമവ്യവസ്ഥയും സർക്കാരുമൊക്കെ കുരയ്ക്കും, പക്ഷെ കടിക്കുന്നത് പാവങ്ങളെ മാത്രമായിരിക്കും.
അതാണ് ഓരോ വിധിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കടിച്ചു കയറിയത് പൾസർ സുനിയാണ് അല്ലേ? പൾസർ സുനിക്ക് ഉള്ള റോളിനേക്കാൾ വലിയ റോളുകൾ ആർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ്. പാർട്ടികൾക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അടൂർ പ്രകാശ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ശശി തരൂർ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു, ചില നടന്മാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ചില നടിമാർ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ രണ്ടിടങ്ങളിലും ആയി അങ്ങനെ വിഭജിച്ച് നിൽക്കുമ്പോൾ ഒരിടത്തിൽ വിഭജിച്ച് നിൽക്കുന്നത് പണമാണെന്ന് സാർ ചുരുക്കി കാണുന്നുണ്ട്. പണം മാത്രമല്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ദിലീപിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അറിയാമല്ലോ. നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്നയാളാണ് ദിലീപെന്ന് പിന്നെ സിനിമാ ലോകത്തുള്ള മുഴുവൻ പേരും പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തകർക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തകർക്കും. സൂപ്പർ സ്റ്റാറുകളെ തകർക്കണമെന്ന് തോന്നിയാൽ സൂപ്പർ സ്റ്റാറുകളെ തകർക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറിനെ എണീക്കുക എന്ന് പറഞ്ഞ് എണീപ്പിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്, ഉറങ്ങിക്കിടന്നിരുന്ന അദ്ദേഹത്തിന് പോയി വിളിക്കരുത്, ഉണർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും സുഹൃത്തുക്കളും പറഞ്ഞു അദ്ദേഹം വിശ്രമിക്കുകയാണ്, ഉണർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ പോയി തട്ടി എണീക്കുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ധിക്കാരം ദിലീപ് കാണിച്ചിരുന്നു എന്ന് വരെ പറയുന്നുണ്ട് സിനിമാ ലോകം അല്ലേ? അപ്പം അത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ശക്തി അല്ലെങ്കിൽ പിന്നെ തനിക്ക് അപ്രമാദിത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ശക്തിയുടെ തീവ്രത എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഏത് ഇതിനെയും, അതായത് താൻ കടന്നു വന്ന കാലഘട്ടത്തിലെ മുഴുവൻ സിനിമാ പ്രവർത്തകരെയും സംവിധായകരെയും നിർമ്മാതാക്കളെയും പ്രൊഡ്യൂസേഴ്സിനെയും എല്ലാം അദ്ദേഹം ചവിട്ടിമതിക്കാൻ അദ്ദേഹത്തിന് കരുത്ത് വന്നിരുന്നു. ഇപ്പോൾ ആ കരുത്ത് ഈ വിധിയിലൂടെ വീണ്ടും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലരും പേടിക്കും, സിനിമാ ലോകത്ത് പലരും പേടിക്കുന്നുണ്ട്, സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ ലോകത്തെ പലരും പേടിക്കുന്നുണ്ട്. സിനിമയും രാഷ്ട്രീയവും ഇന്ന് ഇണചേർന്ന് പോവുകയാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് ഇമേജ് ഇല്ല, സിനിമാക്കാർക്ക് ഇമേജ് ഉണ്ട്. അപ്പോൾ സിനിമയിലെ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ശക്തി നിലനിർത്താൻ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും. അതിനകത്തൊരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ സിനിമയുടെ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരൻ്റെ മുഖം മിനുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്രത്യേകതയും ഇവിടെ നടക്കുന്നുണ്ട്. ദിലീപ് ആരാധകർ പറയുന്നത് ദിലീപിനെ ഏകപക്ഷീയമായി വേട്ടയാടുകയാണ്, 9 വർഷമായി വേട്ടയാടുന്നു, ഇനി അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണമെന്നാണല്ലോ പറയുന്നത്. 9 വർഷം വേട്ടയാടാനുള്ള കാരണം എന്താണ്? അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു അതിജീവിതം ഉണ്ടായതുകൊണ്ടല്ലേ. അതിനെതിരെ വന്നിരിക്കുന്നത് എന്താണ്? കൂട്ടബലാത്സംഗം. ഒന്ന് ചാർത്തിയ പിന്നെ തെറ്റുകൾ, കുറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായ തടങ്കൽ, ബലപ്രയോഗം, പിന്നെ അശ്ലീല ചിത്രമെടുക്കൽ, അത് പ്രദർശിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ, അതെല്ലാം മറച്ചുവെക്കൽ. ഇത്രയും വലിയൊരു കേസ് വേറെ ഉണ്ടോ? ഇത്രയും വലിയൊരു കുറ്റകൃത്യം വേറെയുണ്ടോ? അത്രയും നടന്നതായി കോടതി മുമ്പാകെ ആര് പറഞ്ഞിരിക്കുന്നു? നമ്മുടെ പോലീസ് ഉൾപ്പെടെയുള്ളവർ അന്വേഷണ സംഘം കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം വാദിച്ച് വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്ത് കോടതിയുടെ ബോധ്യത്തിൽ കൊണ്ടുവന്ന് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന്. ഗൂഢാലോചന പോലും പൂർണ്ണമായും തെളിയിക്കേണ്ട, ഗൂഢാലോചന നടന്നതായി ഏതാണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും കോടതി അത് എടുക്കും. കാരണം ഗൂഢാലോചന പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ഗൂഢാലോചന എന്ന് പറയുന്നത് വളരെ റിമോട്ടായി നിന്നുകൊണ്ട് വളരെ സാങ്കേതികമായി എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ നിങ്ങളെ കുത്തിക്കൊല്ലുന്നത് പോലെ പരസ്യമായൊരു പ്രക്രിയയല്ല ഞാൻ വേറൊരാളെ പ്രേരിപ്പിച്ച് നിങ്ങളെ കൊല്ലുന്നത്. അല്ലെങ്കിൽ ഒരു പാമ്പിനെ നിങ്ങളുടെ കാലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അതിനെ കൊണ്ട് കടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പന്നിയെ നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ടിട്ടുകൊണ്ട് തേറ്റ വെച്ച് അത് നിങ്ങളെ കുത്തി മലർത്തുന്നത് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആരാണ് ചെയ്തിരിക്കുന്നത്? പാമ്പാണ്, അല്ലെങ്കിൽ തേറ്റയുള്ള പന്നിയാണ് അല്ലേ? പക്ഷെ അത് അവരാണോ ചെയ്തിരിക്കുന്നത്? പാമ്പുമല്ല പന്നിയുമല്ല. നിങ്ങൾ പാമ്പിനെയും പന്നിയും അടിച്ചു കൊല്ലും, പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. അതിനെ കൃത്യമായി നിങ്ങളുടെ മുമ്പിലേക്ക്, എൻ്റെ ശത്രുവായ നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ട എൻ്റെ ക്രൂര ബുദ്ധി, ഗൂഢാലോചന, ആ ഗൂഢാലോചന അപ്പുറത്ത് നിന്ന് ചെയ്ത് എന്നെ പൂർണ്ണമായും തെളിയിക്കാൻ കഴിയില്ല. പക്ഷേ അതെങ്ങനെ ആ സമയത്ത് അവിടെ എത്തി? ഈ പാമ്പ് എങ്ങനെ എൻ്റെ മുമ്പിൽ ആ സമയത്ത് വന്നു? അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ മുമ്പിൽ വന്നു? എങ്ങനെ ആ പന്നി കുത്തി മലർത്താനായിട്ട് ഇത്ര വ്യക്തമായിട്ട് ഇയാൾ വളവ് തിരിഞ്ഞു വന്നപ്പോൾ അവിടെ എത്തി എന്ന് കോടതിക്കൊരു സൂചന കൊടുത്താൽ മതി. ആ സൂചന പോലും കൊടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ തന്നെ വാചകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോസിക്യൂഷൻ ബിക്കം പ്രോസിക്യൂഷൻ. ഇത് നമ്മൾ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഖജനാവിലെ പണം തിന്നുകൊണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും മാനത്തിനും പിന്നെ ക്രൂരമായി നമുക്ക് കിട്ടുന്ന പീഡനങ്ങൾക്കും എതിരെ ശബ്ദിക്കാനായി നാം വെച്ചിരിക്കുന്ന നാവുകൾ എവിടെ നിശബ്ദമാകുന്നു അവിടെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും സിനിമാ നേതൃത്വത്തിനും സാംസ്കാരിക നേതൃത്വത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ അപജയത്തിൻ്റെ ഒന്നാമത്തെ ചിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.